റേഷൻ മേഖലയോടുള്ള അവഗണനയ്ക്കെതിരെ റേഷൻ വ്യാപാരികൾ നടത്തുന്ന കടയടപ്പ് സമരം ഇന്നും തുടരും. ഇന്നലെ രാവിലെ 8 മണിക്ക് തുടങ്ങിയ സമരം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മാത്രമേ അവസാനിക്കൂ എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വി എ ഗിരീഷ് ചേരുന്നു. ഗുഡ് മോർണിംഗ് ഗിരീഷ്. വിശദാംശങ്ങൾ എവിടെ? സമരപ്പന്തലിൽ നിന്നാണോ ഗിരീഷ് നമുക്കൊപ്പം ചേരുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ ഉള്ളത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ റേഷൻ വ്യാപാരികൾ നടത്തുന്ന സമരവേദിക്ക് മുമ്പിൽ നിന്നാണ്. ഇവിടെ ഇന്നലെ 8 മണിക്കാണ് അവരുടെ സമരം ആരംഭിച്ചത്. ചില സുപ്രധാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം. ഇതിലൊന്ന്, റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, സർക്കാരുകൾ റേഷൻ പൊതുവിതരണ മേഖലയോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക, അതോടൊപ്പം തന്നെ റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോടതി തന്നെ ഉത്തരവിട്ടിട്ടും ഇപ്പോൾ സർക്കാർ നടപ്പാക്കാത്ത റേഷൻ വ്യാപാരികളുടെ കിറ്റ് കമ്മീഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. നേരത്തെ ഭക്ഷ്യമന്ത്രിയുമായും ധനമന്ത്രിയുമായും ഇത് സംബന്ധിച്ച വ്യാപാരി സംഘടനകൾ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഈ ചർച്ചയിൽ കാര്യമായ തീരുമാനമൊന്നും ഉണ്ടായില്ല. തുടർന്നാണ് ഇവർ സമരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. 48 മണിക്കൂർ നീളുന്ന രാപ്പകൽ സമരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് റേഷൻ കടകൾ പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ടാണ് ഈ സമരം. നമുക്കറിയാം, ശനിയാഴ്ച അവധിയായിരുന്നു റേഷൻ കടകൾക്ക്, അതോടൊപ്പം ഞായറാഴ്ച അവധിയായിരുന്നു. ഈ സമരവും കൂടി വരുന്നതോടുകൂടി തുടർച്ചയായി 4 ദിവസം സംസ്ഥാനത്തെ റേഷൻ കടകൾ അടഞ്ഞുകിടക്കുന്ന അപൂർവമായ ഒരു സംഭവമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ റേഷൻ വിതരണ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ റേഷൻ വ്യാപാരി കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചുകൊണ്ട് ഒരു സമരത്തിലേക്ക് പോവുക എന്ന തീരുമാനത്തിലേക്ക് ഇവർ കടന്നിരിക്കുന്നു. ഏതായാലും സംസ്ഥാനത്തെ റേഷൻ വിതരണം, കാരണം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇ പോസ്റ്റ് മിഷൻ്റെ തകരാറിനെ തുടർന്ന് റേഷൻ വിതരണം പല തവണ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് ഈ മാസം 7-ാം തീയതി വരെ കഴിഞ്ഞ മാസത്തെ റേഷൻ നീട്ടുകയും ചെയ്തിരുന്നു. 8-ാം തീയതി മാത്രമാണ് ഈ മാസത്തെ ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പക്ഷേ അപ്പോഴും 8-ാം തീയതി റേഷൻ വ്യാപാരികളുടെ കടയടപ്പ് സമരം തുടങ്ങി. 8ഉം 9ഉം, അതായത് ഇന്നലെയും ഇന്നും ഈ കടയടപ്പ് സമരം തുടരുകയാണ്. ഇനി നാളെ മാത്രമേ ഈ മാസത്തെ റേഷൻ വാങ്ങാനായിട്ട് ജനങ്ങൾക്ക് കഴിയുകയുള്ളൂ. അതായത് ഈ ഒരു സമരത്തെ സർക്കാർ കാര്യമായി എടുക്കുന്നില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചത്. ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആളുകളുടെ അന്നം മുട്ടിക്കുന്ന ഒരു സമരമാണ്. അതുകൊണ്ട് തന്നെ ഗൗരവമായിട്ട് സർക്കാർ ഇതിൽ ഇടപെടണം. ഇന്ന് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ കേരളത്തിലെത്തുന്നുണ്ട്. അദ്ദേഹം BJPയുടെ യോഗത്തിൽ പങ്കെടുക്കും. തീരുമാനങ്ങൾ പലതും ഉണ്ടാകാനിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.